ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വന്നാലോ. അന്നമോൾ ദേ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് ചർച്ചിൽ പോകാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി എഴുന്നേറ്റ കുറച്ചേരം ഇങ്ങനെ കൊണ്ടു നടക്കണം കേട്ടോ. അത് അവൾക്കൊരു ശീലമാണേ. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് അടുക്കളയിൽ ചെന്നപ്പോഴേക്കും ദേ ഇവിടെ അമ്മ ഗോതമ്പ് ദോശ ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മോച്ചുവിന് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് മിക്ക ദിവസം ഇവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കും. ദോശ ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. മോച്ചു ആണെങ്കിൽ ഇവിടെ കസേരയൊക്കെ ഇട്ട് വന്ന് ഇരുന്നിട്ടുണ്ട്. വിശക്കണമെന്ന് പറഞ്ഞു. അപ്പം മോച്ചുവിന് ഇതേ നമ്മളിവിടെ ദോശയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവന് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ അവിടെ ചുടുമ്പോഴേക്കും ഇവിടെ അവന് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടി ഇവിടെ തന്നെ സെറ്റപ്പ് ആക്കി. പിന്നെ ചേട്ടൻ അനിയത്തിയും കൂടി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കണ്ടായിരുന്നു കേട്ടോ. അന്നമ്മളുടെ ഓരോരോ എക്സ്പ്രഷൻ പൊന്നു ദൈവമേ ചിരിച്ചിരിച്ച് ചത്ത്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിള്ളേരെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എനിക്കുള്ള ചായ ആയിട്ട് എന്നത്തെയും പോലെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രകൃതി ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിക്കാൻ എൻ്റെ മക്കളെ എന്നെ സമ്മതിക്കുള്ളൂ. അപ്പോഴേക്ക് രണ്ടും കൂടി കണ്ടാ കെട്ടിപ്പിടിച്ച് നിൽക്കണം നിപ്പ് കണ്ടാ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഞാൻ അകത്തേക്ക് വന്ന് മോച്ചുവിന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പം അമ്മേനോട് പിള്ളേരുടെ അടുത്ത് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. പാത്രം കഴുകലും പിന്നെ തുണി മടക്കി വെക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ നന്നായി ചെയ്യാറുണ്ട്. ഒരു പണി എടുക്കാതിരിക്കുന്ന ഒരു കുട്ടിയല്ല ഞാൻ. നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഞാൻ. കണ്ടോ കണ്ടോ ജോർജ് കുട്ടി, നിങ്ങളിത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സൗന്ദര്യം കുറച്ച് കൂടിപ്പോയോണ്ടാണോ എന്ന് അറിയില്ല കേട്ടാ. മോച്ചു അന്നാമ്മ ഇപ്പം 24 മണിക്കൂർ ഈ കണ്ണാടിയുടെ മുമ്പിലാണ്. മുടി ഈരി ഒതുക്കാൻ നോക്കിയായിട്ട് ലാസ്റ്റ് പ്രാന്ത് പിടിക്കും. ഈ മുടിയാണെങ്കിൽ ഒതുങ്ങണ്ടേ. പിള്ളേരുടെ സൗന്ദര്യം നോക്കി ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിശന്ന് ചാവൂന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടാ. 2 ദോശ അത് അവർക്ക് വേണ്ടി ചുട്ടതാണ്. ബാക്കി വന്നത് ഞാൻ എടുത്തു. പിന്നെ കുറച്ച് ബീഫ് കറി, അതിലിട്ടേക്കുന്നത് ഉരുളൻകിഴങ്ങാണ്. കൂർക്ക കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ തേങ്ങ തല്ലി പൊട്ടിക്കുന്നുണ്ട്. ഇത് എനിക്ക് പറ്റിയ പണിയല്ല. ഇന്ന് വരെ ഞാനിത് ചെയ്യാൻ നോക്കിയിട്ടുമില്ല. എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അമ്മ ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. വിറക് തല്ലിപ്പൊളിക്കാനും തേങ്ങ തല്ലിപ്പൊളിക്കാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, നിങ്ങൾ എന്തായാലും നമ്മുടെ കിണർ കണ്ടിട്ടില്ലല്ലോ, അപ്പം നിങ്ങൾക്ക് കിണർ കാണിച്ചു തരാമെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ കുടിവെള്ള സംഭരണി. ഇതിൽ നിന്നാണ് നമ്മൾ കുടിക്കാൻ എടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് കോരിയാണ് കേട്ടോ വെള്ളം കുടിക്കാൻ യൂസ് ചെയ്യാറ്. ബാക്കി എല്ലാത്തിനും നമ്മൾ മോട്ടർ അടിക്കും. അങ്ങനെ അന്നാമിയുടെ ഇഷ്ടപ്പെട്ട ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. അമ്മച്ചി അങ്ങനെ അന്നാമിനെയും മോച്ചുവിനെയും കാണാൻ വന്നിട്ടുണ്ട്. അവർക്ക് ദേ ബിസ്ക്കറ്റ് എന്താണ്ടൊക്കെ കൊടുക്കണ്ട കേട്ടോ. അതിൽ നിന്നൊരു ബിസ്ക്കറ്റ് ഞാനിങ്ങ് ചൂഴ്ന്നെടുത്ത്. ഇതെങ്ങാനും മോച്ചു കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ആരും കാണാതെയാണ് വന്ന് കഴിക്കാനിരുന്നത്. പിന്നെ വീണ്ടും വന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന്. നല്ല കാറ്റായിരുന്നു കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ആളാണ് എൻ്റെ ബ്രദർ. കണ്ടാ അവൻ ഫുഡ് കഴിക്കണ കണ്ടാ. ഉച്ചയ്ക്കൊന്നും തിന്നാനുള്ള മൂടില്ലാത്തതുകൊണ്ട് നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചസാര ഇട്ട് കുടിച്ചു കേട്ടാ. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. അന്നാമ്മയാണെങ്കിൽ അമ്മച്ചിയുടെ കയ്യിലായിരുന്നു. മോച്ചു ആണെങ്കിൽ അമ്മയുടെ കൂടെ കുടുംബശ്രീക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ എന്താ പറയുക, പിള്ളേരെ നോക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ ഇവരുടെ ശബ്ദം കേട്ടത്. എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടും കൂടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ജനലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണ വീഡിയോ ആണ് ഇത്.
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ പോയി, ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴേക്കും അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോച്ചുവിനെ കുറച്ചു നേരം ഇരുത്തി എഴുതിപ്പിച്ചു. അവൻ്റെ കൂടെ ഇരുത്തി എഴുതിപ്പിച്ചില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പെൻസിലൊക്കെ താഴെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ അടുത്തിരുത്തി എഴുതിച്ചില്ലെങ്കിൽ ഒന്നും നടക്കൂല. അവൻ്റെ എഴുത്ത് നടക്കട്ടെ, ഞാനിവിടെ ദേ കുറച്ച് ചായയൊക്കെ എടുത്ത് കുടിക്കാൻ എടുത്തിട്ടുണ്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ദേ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. നെയ്മറിന്റെ പെങ്ങളും കൂടി നിൽക്കണ കണ്ടാ. അപ്പൊ ദേ അവര് നിങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.